ഹായ് ഹലോ ഗൈസ് ഇപ്പം ഞാനൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് എഴുന്നേറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉറങ്ങി എഴുന്നേറ്റൊരു ലുക്കില്ലേ, കണ്ണിലൊക്കെ മുഖത്തും ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു നീരുണ്ടാവില്ലേ. എഴുന്നേറ്റ് പാടാൻ ഞാനൊരു സൂപ്പർ ഡ്യൂപ്പറായിട്ടൊരു പ്രാണീനെ കണ്ടു. ആ പ്രാണീനെ എൻ്റെ ലൈഫിൽ ഇതിപ്പോൾ പോകും, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുവാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ട ഗൈസ്, ലോകത്തിൽ ഏറ്റവും വലിയ കൺപീലിയുള്ള പ്രാണിയാണെന്നാണ് ഗൈസ് തോന്നുന്നത്. കണ്ടോ, എനിക്ക് അങ്ങനെയായിട്ടോ തോന്നുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രാണീനെ ഞാൻ കാണുന്നത്. വാവ്, നല്ല രസമല്ലേ ഗൈസ് കാണാൻ. നിങ്ങളും ഇതിനെ ആദ്യമായിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രാണീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണാം. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ ഓർത്തു കേട്ടോ. അതുകൊണ്ട് ഇത്ര വലിയ കൺപീലി പോലെ ആട്ടോ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കൊമ്പാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അതായത് എങ്ങോട്ടോ പോകുന്നുണ്ട് കേട്ടോ. എനിക്കെന്തായാലും ആ പ്രാണീനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പല വെറൈറ്റീസ് ഓഫ് പ്രാണികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ വെറൈറ്റി പ്രാണികളെ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് പ്രാണികളെ നമ്മൾ കാണുവാണെങ്കിൽ അത് ഓരോ കാര്യങ്ങളുടെ ഒരു സൈനാണെന്നാണ് പറയുക കേട്ടോ. അത് നമ്മൾ വരുന്നുണ്ട് പ്രകൃതിയിൽ അങ്ങനെ ഒരുപാട് ടൈപ്പ് വെറൈറ്റികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റികൾ നമ്മൾ കാണുന്നത് അതൊരു നല്ല കാര്യം കേൾക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ള സൂചനയാണെന്നാണ് ഗൈസ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ പ്രാണി നോക്കിയേ, ഇതിൽ നടപ്പുണ്ടേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിനെ. വാവ് ഗൈസ്, കണ്ടോ എൻ്റെ ദൈവമേ, എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. നോക്ക്, അതിന് 6 കാലുണ്ട് കേട്ടോ. കണ്ടോ, വലിയ കൺപീലിയുണ്ടേ. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതിപ്പോൾ അപകടകാരിയാണോന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്കിതിനെ ദ്രോഹിക്കൊന്നും വേണ്ട, അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ അല്ലേ. കുഞ്ഞു പ്രാണിയാണ്, കണ്ടില്ലേ. എൻ്റെ നഖം ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതെന്ത് ചെറുതാന്ന് നോക്കിയാൽ മതി. കുഞ്ഞു പ്രാണിയാണ് കേട്ടോ.